ഉണ്ടായ കടം വീട്ടാൻ തട്ടിക്കൊണ്ടുപോകൽ നാടകവുമായി വിദ്യാർത്ഥികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം ഉണ്ടായത്. സുഹൃത്തുക്കളിൽ നിന്ന് ബൈക്ക് കടം വാങ്ങിയ പണം തിരികെ നൽകാൻ കഴിയാതെ വന്നപ്പോൾ വിദ്യാർത്ഥി ഒരു നാടകമൊരുക്കി. ഈ വിദ്യാർത്ഥി ഇപ്പൊ തന്നെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ നാളെ മാതാപിതാക്കളെ കിഡ്നി അടിച്ച് മാറ്റി പോയിരുന്നു. ഈ ന്യൂസ് കേട്ടപ്പോൾ പലർക്കും ഇത് തമാശയായിട്ടാണ് കാണുക. ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ വീട്ടിലും ഇതേ അവസ്ഥ വരും. കാരണം മാതാപിതാക്കളെ മുകളിലാണ് ഇപ്പോൾ പണം. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു 5 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ പൈസ അനുഭവം ഉണ്ടാവും. ഒരു 2 രൂപ വീട്ടിൽ നിന്ന് തന്നു കഴിഞ്ഞാല് സിപ്പ് മേടിച്ച് അത്രയും സന്തോഷിച്ച് 2 രൂപ കിട്ടി കഴിഞ്ഞാല് അതാ ആ ഒരു കാലം അല്ലട്ടത്. ആ കാലം മാറിയിട്ട് 5 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതല്ല ആലോചിക്കണേ. ഇത്ര രൂപ വലിയ ഒരു തുക ഇവർക്കൊക്കെ എന്തിനാണ്? ദൈവത്തിന്റെ നാട് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. ശരിക്കും പണ്ട് ആരോ പറഞ്ഞില്ലടാ കേരളം ഭ്രാന്താലയാണ്. ആര് പറഞ്ഞാലും വേണ്ടില്ല, സത്യമാണ് കേട്ടോ. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവരാണ് ഇന്നത്തെ ഈ തലമുറ. 2K കിഡ്സിനെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ചെണ്ണം ഇറങ്ങും ബാഗ് നോക്കിയിട്ട് രാവിലെ. മാതാപിതാക്കള് മക്കളെ തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാൻ പോലും മാതാപിതാക്കൾക്ക് ഇത് പേടിയാണ്. വെട്ടിക്കൊല്ലും. ഇന്നിപ്പോ കണ്ടില്ലേ പലപ്പുറത്ത് അമ്മനെ മകൻ കൊന്നു. ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോട് പറയാനുള്ളത്, ഇവര് 5 ലക്ഷം രൂപ ചോദിച്ച സ്ഥിതിക്ക് അത് കൊടുത്തിട്ട് ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ വിറ്റൊഴിവാക്കാൻ നല്ലത്. നാളെ ഇവരെന്തായാലും ഒരു 1 കോടിയൊക്കെ ചോദിക്കും. പിന്നെ ഇതുപോലുള്ള വിദ്യാർത്ഥികളെ എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ഉള്ളിലിടുക, കാലാകാലം ഉള്ളിലിടുക. പഠിക്കട്ടെ.